നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി പരീക്ഷയ്ക്ക്. അതായത് 29-ാം തീയതി, ഇന്ന് 25. വളരെ കുറച്ച് ദിവസം. എന്നാൽ ഈ കുറച്ച് ദിവസം ഇപ്പോൾ ഫിസിക്സിന് ഈ 10 ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ജയിച്ചിരിക്കും. ഏതൊക്കെയാണ് 10 ചോദ്യങ്ങൾ എന്നാണുള്ളതാണ് അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത്. ഏതൊക്കെയാണ് മാഷേ 10 ചോദ്യങ്ങൾ? ഒന്ന്, റേ ഒപ്റ്റിക്സിനകത്തെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. അതിനകത്ത് തന്നെ മിറർ ഫോർമുല, ആ രണ്ടെണ്ണം അതിനകത്ത് പഠിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം AC എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ പവർ ഫാക്ടർ ഇംപിഡൻസ്, അത് മൂന്നാമത്തെ ഒരു ചോദ്യമായിട്ട് എടുക്കുക. 4, എനർജി ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. എനർജി ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ, അത് ആ ലോസസ് എങ്ങനെ മിനിമൈസ് ചെയ്യുന്നു, കോപ്പർ ലോസ്, അയൺ ലോസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെ മിനിമൈസ് ചെയ്യുന്നു, അത് 4ാമത്തെ ക്വസ്റ്റ്യൻ. 5, കിർച്ചോഫ് ലോയും വീൻസ്റ്റൺ ബ്രിഡ്ജും, P/Q = R/S, അത് 5ാമത്തെ ക്വസ്റ്റ്യൻ. 6, റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും. 7, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും പാരലും. 8, പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, C = ε0 A/d. 9, ഗോസസ് തിയറം പ്രൂഫ്, 3 ആപ്ലിക്കേഷൻസ്. 10, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് ഇത്രയും പഠിച്ചാൽ ഉറപ്പായിട്ടും 18 മാർക്ക് കിട്ടി ജയിക്കാനുള്ളത് ഉറപ്പിക്കാം, 100% ഉറപ്പിക്കാം. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം പഠിക്കുക, ഡബിൾ പാസ് മാർക്കിന് വേണ്ടിയെങ്കിലും പഠിക്കുക. ഇതെല്ലാം ജയിക്കാനുള്ളത് ഈ 10 ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, നെവർ എവർ ഗീവ് അപ്പ്.